വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ഇന്നലെ നാം ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്തല്ല എന്നും എന്താണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ഇന്നലെ പഠിക്കുവാൻ ദൈവം ഒരു അവസരം തന്നല്ലോ. വിജയകരമായ ക്രിസ്തീയ ജീവിതം ഒരു പ്രശ്നരഹിതമായ, പ്രതിസന്ധിരഹിതമായ ഒരു ജീവിതമല്ല. നേരെ മറിച്ച് പാപത്തിന്റെ മേൽ ജയമുള്ള, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന സന്തോഷകരമായ ഒരു ജീവിത അനുഭവത്തെ കുറിച്ചാണ്. അത് നമുക്ക് സാധ്യമായി തീർന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണത്തിലൂടെയാണ് എന്ന് പഠിക്കുവാനായിട്ടിടയായി തീർന്നു. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് യേശു ക്രിസ്തുവിനോട് ചേരുന്ന ഒരനുഭവത്തെ കുറിച്ച് ഇന്നലെ പഠിക്കുവാൻ ഇടയായി തീർന്നല്ലോ. യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഒരനുഭവം നാം കണ്ടു. റോമാലേഖനം 6-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന, അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നിരിക്കുന്ന ഒരനുഭവത്തെ കുറിച്ചാണ് എന്നുള്ളത് ഇന്നലെ നാം പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിലൂടെ നമുക്കുണ്ടായിരിക്കേണ്ട 3 ബോധ്യങ്ങൾ നമ്മൾ ഇന്നലെ ഓർത്തു. പ്രധാനമായും ആ 3 കാര്യങ്ങളാണ് ഇന്നലെ ചിന്തിച്ചത്. നാം പാപസംബന്ധമായി മരിച്ചവരും ദൈവത്തിന് ജീവിക്കുന്നവരുമാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. രണ്ടാമതായി, പാപത്തിന് നമ്മുടെ മേലുള്ള ശക്തി തകർക്കപ്പെട്ടിരിക്കുന്നു. നാം പാപം ക്ഷമിക്കപ്പെട്ടവരാണെന്ന് മാത്രമല്ല, പാപത്തിന് നമ്മുടെ മേലുള്ളതായ ശക്തി തകർക്കപ്പെട്ടു എന്നുള്ളതും ഇന്നലെ നാം പഠിക്കുവാനായിട്ടിടയായി. മൂന്നാമതായി, ക്രിസ്തു ക്രൂശിന്മേൽ പാപത്തിന്മേലും മരണത്തിന്മേലും ജയിച്ചപ്പോൾ അവനോട് കൂടെ നാമും ജയിച്ചു എന്നുള്ളത് നാം അംഗീകരിക്കണം. നാം ജയിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, നാം ജയം കൊണ്ടാടിയവരാണ്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം എന്നാണ് ഇന്നലെ നാം പഠിക്കാനായിട്ടിടയായി തീർന്നത്. അതുകൊണ്ട് നാം പഴയ മനുഷ്യൻ, നമ്മുടെ പഴയ സ്വഭാവത്തെ കുറിച്ചല്ല ഇനി നാം പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ പഴയ സ്വഭാവമല്ല നാം ഇനിയും പറയേണ്ടത്. നേരെ മറിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയുടെ ആ പുതിയ അനുഭവത്തെയാണ് നാം പ്രൊക്ലെയിം ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്നലെ പറയാനായിട്ടിടയായി തീർന്നു. ഇന്ന് നാം അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഇന്ന് നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ എപ്പോഴും പാടുമ്പോഴും പറഞ്ഞും ഒക്കെ പരിചിതമായ ഒരു കാര്യം ആദ്യമേ പറയട്ടെ. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് 3 ശത്രുക്കളുണ്ട്. ഏതൊക്കെയാണ് ആ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ 3 ശത്രുക്കൾ? ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് ദ ഫ്ലഷ്, ജഡം എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നമുക്കറിയാം, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മിൽ 2 പ്രമാണങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഏതൊക്കെയാണ് ആ 2 പ്രമാണങ്ങൾ? ജഡാഭിലാഷം നേരത്തെ മുതലേ നമ്മുടെ ശരീരത്തിലുണ്ട്, എന്നാൽ നമ്മിലുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ ആത്മാവിന്റെ ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മാവിൽ നാം ഇച്ഛിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ വണ്ണം ജഡത്തിന്റെ ഇച്ഛകൾ നമുക്ക് പ്രതികൂലമാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ പരിഹാരമായിട്ട് എന്താണ്? ജഡത്തിന്റെ അഭിലാഷം നമ്മെ എപ്പോഴും വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുമ്പോൾ തന്നെ അവിടെ ആത്മാവിന്റെ ഒരു ഇച്ഛ നമ്മളിലുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: നിങ്ങൾ ജഡത്തെ അനുസരിച്ചു ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആ ജഡത്തെ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമാകണമെങ്കിൽ അവിടെ തന്നെ പറയുന്നു, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ജഡത്തിന്റെ അഭിലാഷം ഒരു വശത്തും ആത്മാവിന്റെ അഭിലാഷം മറുവശത്തും നിൽക്കുമ്പോൾ ആത്മാവിന്റെ ഇച്ഛയെ, ആത്മാവിന്റെ അഭിലാഷത്തെ നാം പൂർത്തിയാക്കുക, പൂരിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് ഈ ലോകമാണ്. ഒന്ന് ജഡവും ജഡത്തിന്റെ അഭിലാഷവും, 2 ഈ ലോകമാണ്. ഈ ലോകം നമ്മളിൽ ചെയ്യുന്നത് എന്താണ്?
ലോകം തന്നോട് അനുരൂപപ്പെടുവാൻ നമ്മെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം പറയുന്നു, എല്ലാവരും ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും, മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കും, മറ്റുള്ളവർ നിങ്ങളെ മാറ്റി നിർത്തും. ഈ ഒരു ചിന്ത ഈ ലോകം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കും. എല്ലാവരും ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുക, എല്ലാവരും ജീവിക്കുന്നത് പോലെ നിങ്ങളും ജീവിക്കുക. നിങ്ങൾ എന്തിനാണ് മാറി നിൽക്കുന്നത്? നിങ്ങൾ എന്തിനാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്നത്? ഈ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടു തരുന്നത് എപ്പോഴും ലോകത്തിന്റെ ഒരു പ്രലോഭനമാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ 15-ാം വാക്യം പറയുന്നത് എന്താണ്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. പിന്നീടുള്ള വാക്യങ്ങളൊക്കെ നമുക്കറിയാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇവയെല്ലാം ലോകത്തിൽ നിന്നുള്ളത്, എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് ഈ ലോകമാണ്. എന്താണ് അതിന് പരിഹാരം? ലോകത്തോട് അനുരൂപപ്പെടാതെ, ഈ ലോകത്തിനോട് ഇണങ്ങിച്ചേരാതെ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം എപ്പോഴും പറയുന്നു, ഞങ്ങളോട് അനുരൂപപ്പെടുക, എന്നോട് അനുരൂപപ്പെടുക. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് റോമർ 12-1-2 വാക്യങ്ങളിൽ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പോൾ ലോകത്തോട് അനുരൂപപ്പെടുവാൻ ലോകം നമ്മെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അനുരൂപപ്പെടാതെ മനസ്സിനെ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരമായിട്ടുള്ളത്. മൂന്നാമത്തെ ശത്രു നമ്മൾ എപ്പോഴും കുറ്റം പറയുന്ന പിശാചാണ്. മൂന്നാമത്തെ ശത്രു പിശാചാണ്. നമ്മൾ ബൈബിളിൽ പിശാചിനെ കുറിച്ച് എപ്പോഴും വായിക്കുന്ന ഒരു കാര്യമുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. അപവാദിയായ പിശാച്, ചതിയനായിരിക്കുന്ന പിശാച്, തിരുവചനം നമ്മോട് പറയുന്നത് അങ്ങനെ ഒരു പിശാചിനെ കുറിച്ചാണ്. അക്യൂസർ ആൻഡ് ഡിസീവർ. ഈ പിശാച്, അവനോട് നമുക്ക് എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിഹാരം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുക. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് എന്നാണ് വായിച്ചത്. എന്നാൽ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ഈ 3 ശത്രുക്കളെ കുറിച്ചും ആ 3 ശത്രുക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ഈ വേദഭാഗങ്ങളിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ 3 ശത്രുക്കൾ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ടാണ് എനിക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെപ്പോഴും ഒരു ശത്രുവിനെ മാത്രമേ കാണാറുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ എപ്പോഴും പറയും, എന്റെ ഈ പിശാച് സമ്മതിക്കുന്നില്ല. ശരിയാണ്, പിശാച് നമ്മുടെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് എതിരാണ്. എന്നാൽ പിശാച് മാത്രമാണോ എതിരായിട്ടുള്ളത്? ഈ ലോകത്തിന്റെ ശത്രുത നമ്മൾ മനസ്സിലാക്കണം. ലോകം നമ്മളോട് എപ്പോഴും തന്നോട് അനുരൂപപ്പെടുവാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ പല തീരുമാനങ്ങളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലോകമാണ്. ലോകം നമ്മളോട് പറയുന്നു, എന്താ പറയുന്നത്? ലോകം നമ്മളോട് പറയുകയാണ്, ഞങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. പക്ഷേ ഇതൊരു ലോകത്തിന്റെ തന്ത്രമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും ലോകത്തോട് അനുരൂപപ്പെടുവാൻ, ലോകം പറയുന്നത് കേൾക്കുവാൻ, ലോകത്തിന്റെ താല്പര്യങ്ങളെ പിന്തുടരുവാൻ നാം ശ്രമിക്കുമ്പോൾ നാം അവിടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമല്ലാത്തതിന്റെ ഒരു കാരണമാണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല. മൂന്നാമത്തെ ശത്രു നമ്മിൽ തന്നെയാണ്. എന്താണ് ഈ ജഡം എന്ന് പറയുന്നത്? ചിലര് വിചാരിക്കുന്നത് നമ്മുടെ ഈ മാംസവും രക്തവുമുള്ള ഈ ശരീരമാണ് ജഡമെന്നാണ്. എന്നാൽ ജഡം എന്ന വാക്കുകൊണ്ട് യഥാർത്ഥമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ണുകളോ നമ്മുടെ കൈകളോ നമ്മുടെ കാതുകളോ ഒന്നുമല്ല. നമ്മുടെ പാപ സ്വഭാവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. പാപ സ്വഭാവത്തെ നമ്മളിൽ, അതുകൊണ്ടാണ് പഴയ മനുഷ്യൻ, ഇന്നലെ നമ്മൾ കണ്ടതാണ് പഴയ മനുഷ്യൻ. ആ പഴയ മനുഷ്യൻ നമ്മിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖന 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക. അത് വളരെ പെയിൻഫുൾ ആയ ഒരു എക്സ്പീരിയൻസ് ആണ്, ഉരിഞ്ഞു കളയുക. അങ്ങനെ ഉരിഞ്ഞു കളയാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരുകയില്ല. അപ്പോൾ ഈ 3 ശത്രുക്കളും, ആ 3 ശത്രുക്കളെ എങ്ങനെ നമുക്ക് മറികടക്കണം എന്നുള്ളത് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്ന കാര്യം, കീ ഓഫ് വിക്ടോറിയസ് ലൈഫ്, വിജയകരമായ ജീവിതത്തിന്റെ താക്കോൽ. എന്താണ് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ താക്കോൽ? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ്: ആത്മാവിനെ അനുസരിച്ചു നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജഡത്തെ അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് നടക്കാം. ജഡത്തിന്റെ മോഹത്തെ നിവർത്തിക്കാതിരിക്കുവാനുള്ള ഏറ്റവും നല്ല പരിഹാരം ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. നമ്മളിൽ 2 പ്രമാണങ്ങളെ ഇപ്പോഴുള്ളൂ. ഏതൊക്കെയാണ് 2 പ്രമാണങ്ങൾ? ഒന്ന് ആത്മാവിന്റെ പ്രമാണവും മറ്റൊന്ന് ജഡത്തിന്റെ പ്രമാണവുമാണ്. ഒന്നുകിൽ നാം ആത്മാവിന്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്നവർ, അതും അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്നവർ. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ അനുസരിച്ച് നടന്നേ പറ്റൂ. ഈ ജഡത്തിന്റെ പ്രമാണം അനുസരിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോകമുണ്ട്, അതിനകത്ത് പിശാചുമുണ്ട്. ലോകം, ജഡം, പിശാച്, ഇത് 3ഉം ഒരുമിച്ചാണ് എപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് തമ്മിൽ ഭയങ്കര കമ്പാനിയൻസ് ആണ്. അവര് എപ്പോഴും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെ തകർക്കാൻ വേണ്ടി ഈ 3 ശത്രുക്കളും എപ്പോഴും ഒറ്റക്കെട്ടാണ്. അവര് തമ്മിൽ ഒരിക്കലും ഒരു ശത്രുതയില്ല, അവര് തമ്മിൽ ഒരിക്കലും മത്സരമില്ല. അവരെപ്പോഴും മത്സരിക്കുന്നത്, ഈ 3 പേരും മത്സരിക്കുന്നത് നമ്മളിലെ ആത്മാവിന്റെ പ്രമാണത്തോട് മത്സരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ 3 പേരെയും മറികടക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ ഗൈഡ് ചെയ്യുന്നു, നയിക്കുന്നു, വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. വഴി ഇതാകുന്നു മകനെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ചോദ്യം. ഇന്ന് തിരുവചനത്തിന്റെ മുമ്പിൽ ഞാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ആർ യു ഒബേയിങ് ദ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? അവിടെയാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം വേണം താനും. പക്ഷേ ലോകം പറയുന്ന, ലോകത്തോട് അനുരൂപരായിക്കൊണ്ട് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധ്യമല്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ജഡത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധ്യമല്ല. പിശാചിന്റെ അജണ്ടകളെ
തിരിച്ചറിഞ്ഞിട്ടും അതിനോട് എതിർത്ത് നിൽക്കാതെ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമാകണമോ? ഒറ്റയ്ക്കേ ഉള്ളൂ, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. നിങ്ങൾ ആ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ തുടർച്ചയായിട്ടൊന്ന് വായിച്ചു നോക്കുക. അവിടെ 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിനെ കുറിച്ച്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2 പേരെ അനുസരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരൊക്കെയാണ് ആ 2 പേര്? ഒന്നുകിൽ പാപത്തിന്റെ ദാസന്മാർ, അതുമല്ലെങ്കിൽ നീതിയുടെ ദാസന്മാർ. നിങ്ങൾ ആരെയാണോ അനുസരിച്ച് നടക്കുന്നത് അവന്റെ ദാസന്മാരാണെന്നാണ് തിരുവചനം പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത് ചോദിച്ചാൽ അവന്റെ ദാസന്മാരാണ് നമ്മൾ. ഒന്നുകിൽ നമ്മൾ ജഡത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ ലോകത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ പിശാചിന്റെ ദാസന്മാർ. എങ്ങനെയാണ് വേർതിരിക്കപ്പെടുന്നത്? നമ്മൾ ആരെയാണോ അനുസരിച്ചു പോരുന്നത്. ആ വാക്ക് വളരെ പ്രസക്തമാണ്. അനുസരിച്ചു പോരുക ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അനുസരിച്ചു പോരുന്നവന്റെ ദാസന്മാരാണ്. നമുക്ക് ആരെ വേണമെങ്കിലും അനുസരിച്ചു പോരാ. ആത്മാവിനെ അനുസരിക്കുകയാണെങ്കിൽ നാം അവിടെ മാത്രമേ ദൈവത്തിന്റെ ദാസന്മാരായി തീരുകയുള്ളൂ. നാം ജഡത്തെയോ ലോകത്തെയോ പിശാചിനെയോ ആണ് അനുസരിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സാധ്യമല്ല. പക്ഷെ ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ, ഈ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ ആത്മാവ് നമ്മളെ അങ്ങ് ബാധിക്കുമെന്നൊരു ചിന്തയാണ് നമുക്കുള്ളത്. നമ്മൾ പലപ്പോഴും ഈ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പോരുക എന്നുള്ളതിനെ തെറ്റിദ്ധരിച്ചിട്ട് ആത്മാവ് ബാധിക്കുക എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ ഹൃദയത്തിൽ നിറയുക. അത് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ പലപ്പോഴും കാണാറുള്ളൊരു കാര്യമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് വന്നാൽ പിന്നെ സ്വയം ഒരു നിയന്ത്രണമില്ലാത്തൊരു അനുഭവത്തെ കുറിച്ചാണ് പലപ്പോഴും പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നാൽ പിന്നെ എനിക്ക് യാതൊരു കൺട്രോളും ഇല്ല. ഇതൊരിക്കലും പരിശുദ്ധാത്മാവല്ല. കാരണം പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ ബാധിക്കുന്നില്ല. എന്താ ഈ ബാധ എന്ന് പറഞ്ഞാൽ? ഒരു ഉദാഹരണം പറയാം. ഈ പസഫിക് സമുദ്രത്തിൽ ഒറിഗൻ എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു തുറമുഖമാണ് അതിനുള്ളത്. അപ്പൊ ഈ പോർട്ട്ലാൻഡിലേക്ക് കപ്പല് നേരിട്ടെത്താൻ പ്രയാസമാണ്. കാരണം ഈ പോർട്ട്ലാൻഡിലേക്കുള്ള ആ തുറമുഖത്തേക്കുള്ള ആ കടൽ പാതയിൽ ഒരുപാട് മണൽത്തിട്ടകളുണ്ട്. അപ്പൊ ഈ കപ്പലുകൾ മണൽത്തിട്ടയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യം, ഈ മണൽത്തിട്ടയുടെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ ബോട്ടുകളിൽ ലോക്കൽ പൈലറ്റുമാർ വരും. കൊളംബിയ സമുദ്രത്തിലാണ് ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ അവർ ഈ ലോക്കൽ പൈലറ്റുമാർ വന്ന് കപ്പലിലേക്ക് കയറും. എന്നിട്ട് ഈ കപ്പിത്താന്റെ തൊട്ടു പുറകിലായിട്ട് അവർ നിൽക്കും. കപ്പിത്താന്റെ തൊട്ടു പുറകിൽ നിന്നിട്ട് അവർ ഈ കപ്പിത്താന് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കും. എന്താ നിർദ്ദേശങ്ങൾ? മുന്നോട്ട് എങ്ങനെ പോകണം, ഇടത്തോട്ട് തിരിയണമോ, എത്ര ഡിഗ്രി തിരിയണം, എത്ര ഡിഗ്രി വലത്തോട്ട് തിരിയണം, എത്ര വേഗതയിൽ പോകണം, എങ്ങനെയാണ് ഈ തുറമുഖത്തേക്ക് പോകേണ്ടത് എന്നുള്ളത് ഈ ലോക്കൽ പൈലറ്റ്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവർ ഒരിക്കലും കപ്പലിന്റെ സ്റ്റിയറിംഗിൽ തൊടുക പോലുമില്ല, ചക്രത്തിൽ തൊടുക പോലുമില്ല. അവര് പുറകിൽ നിൽക്കും. അവർ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ കപ്പിത്താന് ചെയ്യാവുന്ന 2 ഓപ്ഷൻ ഉണ്ട്.
ഒന്നുകിൽ അയാൾക്ക് സ്വന്തം ബുദ്ധിയിൽ സ്വന്തം വിവേകത്തിലൂന്നി തീരുമാനങ്ങൾ എടുക്കാം, അതുമല്ലെങ്കിൽ തന്റെ പുറകിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുന്ന ഈ ലോക്കൽ പൈലറ്റിനെ അനുസരിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റീറിംഗെ പിടിച്ച് അങ്ങ് കറക്കി തിരിച്ച് ബലമായിട്ട് കൊണ്ടുപോവുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ പുറകിൽ നിന്നിട്ട് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കും. വഴി ഇതാകുന്നു മകനെ, ഇതിലേ നടന്നുകൊള്ളുവീൻ. പരിശുദ്ധാത്മാവ് നമ്മോട് പറയും, സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താ? ആത്മാവിനെ അനുസരിച്ച് നടക്കുക. പരിശുദ്ധാത്മാവ് നമ്മൾ ഈ പൂച്ചയുടെ കഴുത്തെ പിടിച്ചെടുത്തോണ്ട് പോയി കളയുന്ന പോലെ, പാപത്തിന്റെ പ്രലോഭനം വരുമ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ കഴുത്തെ പിടിച്ച് പൂച്ചയെ കൊണ്ടുപോയി കളയുന്ന പോലെ കളയില്ല. നമ്മളോട് പറയും, അത് പാപത്തിന്റെ വഴിയാണ്, അത് നാശത്തിന്റെ വഴിയാണ്, അത് പരാജയത്തിന്റെ വഴിയാണ്, അത് തിന്മയുടെ വഴിയാണ്. ഒരിക്കലും പറയില്ല, പറഞ്ഞുകൊണ്ടിരിക്കും, ഒരിക്കലും എടുത്തു കളയില്ല. നമ്മൾ തീരുമാനിക്കണം, അനുസരിക്കണമോ വേണ്ടയോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. നാം ആരെ അനുസരിക്കുന്നുവോ നാം അവന്റെ ദാസന്മാരാണ്. ഞാൻ പറയട്ടെ, നാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാതിരിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ കഴിയും. നമ്മെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, നമുക്ക് അച്ചാരമായി നൽകിയ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കുവാനായിട്ട് കഴിയും. എങ്ങനെയാ നമ്മൾ ദുഃഖിപ്പിക്കുന്നത്? ആ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതിരിക്കുന്നതിലൂടെ. ഇന്ന് നമ്മുടെ ജീവിതത്തെ ശാന്തമായിട്ടൊന്ന് പരിശോധിക്കാമോ? നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാറുണ്ടോ? നാം പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയാറുണ്ടോ? സ്വയം ചോദിക്കണം. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ശത്രുക്കൾ ആരൊക്കെയാണ്? 3 ശത്രുക്കളെ കുറിച്ച് പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞത്, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ താക്കോൽ എന്താണ്? പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക. മൂന്നാമതായി, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അതിന്റെ അനന്തര ഫലം എന്താണ്? ഫ്രൂട്ട് ഓഫ് വാക്കിംഗ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ എന്താണ് അതിന്റെ ഫലം? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം മനഃപ്പാഠമായിട്ട് അറിയാത്തവരാരും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ആത്മാവിന്റെ ഫലം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഈ 9 കാര്യങ്ങൾ, ഇത് നാം ഒരു തീരുമാനമെടുത്ത് നമ്മിൽ ഉളവാക്കുന്ന കാര്യങ്ങളല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ നാളെ മുതൽ ഞാൻ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുമെന്ന് ചില ആളുകളൊക്കെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ തീരുമാനമെടുക്കും, ഇല്ലേ? നാളെ മുതൽ ഞാൻ സന്തോഷമുള്ളവനായിരിക്കും, നാളെ മുതൽ ഞാൻ സ്നേഹമുള്ളവനായിരിക്കും, നാളെ മുതൽ ഞാൻ ദീർഘക്ഷമയുള്ളവനായിരിക്കും, നാളെ മുതൽ ഞാൻ പരോപകാരം ചെയ്യും, നാളെ മുതൽ ഞാൻ വിശ്വസ്തനായി ജീവിക്കും, നാളെ മുതൽ ഞാൻ സൗമ്യതയുള്ളവനായിരിക്കും എന്നൊക്കെ പലപ്പോഴും നാം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു അബദ്ധം വേറെ ഇല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനേക്കാൾ വലിയൊരു അബദ്ധം വേറെ ഇല്ല. എന്താ കാരണം? ഈ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ഉളവാക്കുന്നതല്ല. നേരെ മറിച്ച് ആത്മാവിന്റെ ഫലം ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉളവാക്കുന്നതാണ്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ ഏതെങ്കിലും ഒരു മാവോ പ്ലാവോ, മാവ് അതിൽ നിന്ന് ഒരു മാങ്ങ ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ ഞെക്കി ഞെരുങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ആ മാവിന് ആവശ്യമായിരിക്കുന്ന വളവും അതിനാവശ്യമായിരിക്കുന്ന വെളിച്ചവും അതിനാവശ്യമായിരിക്കുന്ന വെള്ളവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ അതാതിന്റെ സമയത്ത്
സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ അത് സ്വയമായി ഉളവാകുന്നതാണ്, ഉളവാക്കുന്നതല്ല. എന്നതുപോലെ നമ്മിൽ ആത്മാവിന്റെ ഫലം ഉണ്ടാകുന്നതാണ്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ആത്മാവിന്റെ ഫലം നമ്മിൽ ഉളവായിക്കൊള്ളും. നാം ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ ദീർഘക്ഷമയുള്ളവനാകാൻ തീരുമാനിച്ചാൽ, സൗമ്യതയുള്ളവനാകാൻ തീരുമാനിച്ചാൽ അതൊരു പരാജയമാകും. വി ആർ നോട്ട് പ്രൊഡ്യൂസിങ് ദ ഫ്രൂട്ട്, വി ആർ ജസ്റ്റ് ബിയറിംഗ് ദ ഫ്രൂട്ട്. നാം ഫലം ഉളവാക്കുന്നവരല്ല, നേരെ മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആ ഫലം ഉളവാക്കുമ്പോൾ നാം ആ ഫലം ഇങ്ങനെ വഹിക്കുന്നവരാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, 4-5 വാക്യങ്ങളിൽ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം ഫലം ഉളവാക്കുകയല്ല, പരിശുദ്ധാത്മാവ്, നാം ദൈവത്തിൽ വസിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ, ആ ആത്മാവിനെ അനുസരിച്ച് നാം നടക്കുമ്പോൾ ദൈവം തന്നെ ആ ഫലം നമ്മിൽ ഉളവാക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ താല്പര്യപ്പെടുന്നു. ഇന്നൊരു ചോദ്യം: ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം? അതോ ജഡത്തിന്റെ ഇച്ഛകളെ തൃപ്തിപ്പെടുത്തുന്നവരാണോ? ലോകത്തിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് നാം ലോകത്തോട് അനുരൂപപ്പെടാൻ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതിന് പകരം പിശാചിന് നമ്മുടെ ജീവിതത്തിൽ അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ മാത്രമേ ഈ 3 ശത്രുവിനെയും നമുക്ക് ജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് തിരുവചനത്തിന് മുമ്പിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ വിലയിരുത്തപ്പെടണം, നമ്മുടെ ജീവിതങ്ങൾ പരിശോധിക്കപ്പെടണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് വിനയപ്പെടാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങത്തക്കവണ്ണം എന്നിൽ വസിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ വസിക്കുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. അതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ തിരുവചനത്തിനായി സ്തോത്രം. തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ 3 ശത്രുക്കളെ കുറിച്ചും ആ ശത്രുവിനെ ജയിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചും അതിന്റെ ഫലം എന്ത് എന്നുള്ളതും ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് ഞങ്ങളെ തന്നെ ഞങ്ങളുടെ പാദപീഠത്തിൽ വിനയപ്പെടുത്തുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ജീവിതം, അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ.